സർവകലാശാല തുടങ്ങുന്നത് വിദ്യാഭ്യാസ കച്ചവടത്തിനല്ലെന്ന് മുഖ്യമന്ത്രി. സാമൂഹിക നീതി ഉറപ്പാക്കുമെന്ന് പിണറായി. മൂർത്തമായ സാഹചര്യം മൂർത്തമായ തീരുമാനമെന്ന് ആർ ബിന്ദു. മെറിറ്റും സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യവും ഉറപ്പാക്കണമെന്ന് SFI. SFIയോട് ക്ഷമിച്ചെന്ന് TP ശ്രീനിവാസൻ. ബ്രൂവറിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ. നയം ഇരുട്ടിനെ കൂരിരുട്ടാക്കുന്നതെന്ന വിമർശനം. നീക്കം മദ്യത്തിന്റെ കുത്തൊഴുക്കിന് വഴിവെക്കും. ഇതിനെതിരെ ജനം പ്രതികരിക്കുമെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ. കുളത്തൂപ്പുഴയിലെ ഓയിൽ പാം എസ്റ്റേറ്റിൽ തീപിടുത്തം. ഏക്കർ കണക്കിന് എണ്ണപ്പനകൾ കത്തിനശിച്ചു. തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക്. സംസ്ഥാനത്ത് ഇനിയും ചൂട് കൂടുമെന്ന മുന്നറിയിപ്പ്. പാതിവില തട്ടിപ്പിൽ കേസെടുത്ത് ED. അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ തള്ളി കോടതി. അനന്തുവിനൊപ്പം ഉണ്ടായിരുന്ന യുവതിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നില്ലെന്ന് പരാതി. അനന്തകൃഷ്ണന് വേണ്ടി ഹാജരാകുമെന്ന് ലാലി വിൻസെന്റ്. പണം വാങ്ങിയിട്ടില്ലെന്ന് വിശദീകരിച്ച് ഡീൻ കുര്യാക്കോസ്. സ്മോക്ക് പാർട്ടി നടത്തിയെന്ന കേസിൽ ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തൻ. തെളിവ് കണ്ടെത്താനായില്ല. എല്ലാ പ്രതികളെയും വെറുതെ വിട്ട് എറണാകുളം സെഷൻസ് കോടതി. താരത്തിന് ആശ്വാസം. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കൊക്കൈൻ കേസിൽ നിന്ന്. അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. 16കാരനടക്കം 2 പേർ റിമാൻഡിൽ. മുക്കം പീഡന ശ്രമ കേസിൽ ആരോപണവുമായി യുവതി. ആൺ സുഹൃത്തുമായുള്ള ദൃശ്യങ്ങൾ കാട്ടി ദേവദാസ് ബ്ലാക്ക് മെയിലിംഗിന് ശ്രമിച്ചു. എൻ്റെ സ്ഥാപനത്തിൽ വരാൻ പോകുന്ന സ്റ്റാഫല്ലേ, അവളുടെ എല്ലാ ഇതും ഞാൻ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് അയാൾ എല്ലാം ചെയ്തു തന്ന്. വേണ്ടാന്ന് അയാൾ എത്ര പൈസ ഇട്ട് തന്നപ്പോൾ ഞാൻ വേണ്ടാന്ന് പറയുന്ന എല്ലാ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതുവരെ 1 രൂപ പോലും ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ച് മേടിച്ചിട്ടില്ല. ജമ്മുവിൽ IED സ്ഫോടനം. 2 സൈനികർക്ക് വീരമൃത്യു. ഒരാളുടെ നില ഗുരുതരം. ആക്രമണം അക്നൂർ സെക്ടറിൽ. AI തൊഴിൽ നഷ്ടമുണ്ടാക്കുമോ എന്നതിൽ ആശങ്കയെന്ന് പ്രധാനമന്ത്രി. വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങൾ സഹകരിക്കണം. മോദിയുടെ ഫ്രാൻസ് സന്ദർശനം തുടരുന്നു. ഹമാസ് എല്ലാ ബന്ദികളെയും ശനിയാഴ്ചയ്ക്കകം മോചിപ്പിക്കണമെന്ന് ട്രംപ്. ഇല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കും.